എന്നെ ഓർക്കാൻ, എന്നെ സ്മരിക്കാൻ നീ നിസ്കാരം നിലനിർത്തണേ എന്ന് മൂസാ നബിയോട് അള്ളാഹു പറഞ്ഞതായി വിശുദ്ധമായ ഖുർആൻ. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനയാണ് മൂസാ നബി അലൈഹിസ്സലാമിനോട് നിസ്കരിക്കാൻ. ആ ഉമ്മത്തിനും എന്തുണ്ടായിരുന്നു? നിസ്കാരമുണ്ടായിരുന്നു. അപ്പൊ അവരോട് പറഞ്ഞു, എങ്കിൽ ശനിയാഴ്ച ദിവസം ഇനി നിങ്ങൾ മറ്റൊരു ജോലിക്കും പോകാൻ പാടില്ല. അവരുടെ ജോലിയായിരുന്നു അസ്ഹാബ് സബത്ത് എന്ന് പറയുന്ന ആ വിഭാഗത്തിന്റെ അഹ്ലുകാരുടെ ജോലിയാണ് മീൻപിടുത്തം. മത്സ്യമാണ് അവരുടെ മുഖ്യ വരുമാനം. ഇപ്പൊ നമുക്കുള്ളതുപോലെ തന്നെ. അതുകൊണ്ടാണ് ഈ വിഷയം നിങ്ങൾക്കൊന്ന് ബോൽബലകമായി തരുന്നത്. മീൻപിടുത്തമാണ് അവരുടെ മെയിൻ വിഷയം. അവരതുകൊണ്ടാണ് കഴിയുന്നത്. അവ പറഞ്ഞു, നിങ്ങൾ മീൻ പിടിക്കാൻ പോകുമ്പോൾ ബാക്കിയുള്ള എല്ലാ ദിവസവും പോയിക്കോ, ശനിയാഴ്ച ദിവസമാണ് നിങ്ങളുടെ ആരാധന ദിവസം. നമുക്ക് വെള്ളിയാഴ്ച പവിത്രമായതുപോലെ അവർക്ക് ശനിയാഴ്ച ആക്കി കൊടുത്തിരിക്കുക. നസാറാക്കൾക്ക്, ക്രൈസ്തവർക്ക് ഞായറാഴ്ച ദിവസം, അന്നത്തെ ദിവസമാണല്ലോ അവർ പള്ളിയിൽ കുർബാനയ്ക്കൊക്കെ പോകും. നമ്മുടെ നാട്ടിൽ ഇന്നും ഉണ്ട്, അത് അന്നുമുണ്ട്. ഞായറാഴ്ച ദിവസത്തെ വളരെ പവിത്രമായി അവർ കണ്ടു. ഇത് യഹൂദികളാണ്, മൂസാ നബി അലൈഹി സ്വലാമിന്റെ അനുയായികൾ. അവരോട് പറഞ്ഞു, നിങ്ങൾ ഇത് വിട്ടിട്ട് എന്ത് ചെയ്തോ, പരിശുദ്ധമായ നിസ്കാരത്തിനും ഇബാദത്തിനും വേണ്ടി നിങ്ങൾ ശനിയാഴ്ച ദിവസത്തെ ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കും. പക്ഷെ ആ കൗമ് അതനുസരിച്ചില്ല എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ അഹങ്കരിച്ചു. വെള്ളിയാഴ്ച ദിവസം കൊടുത്തപ്പോൾ ആ വെള്ളിയാഴ്ചയെ മാറ്റിയിട്ട് ശനിയാഴ്ച ദിവസത്തെ തെരഞ്ഞെടുത്തതാകുന്ന ആ സമുദായത്തിന് അല്ലാഹു വലിയ പരീക്ഷണം കൊടുക്കാൻ. ആഴ്ചയിൽ എല്ലാ ദിവസവും മീൻ പിടിക്കാൻ പോകും. ആ ദിവസങ്ങളിലൊക്കെ മീൻ കുറവാണ്. ശനിയാഴ്ച ദിവസം ഇവർ ഇബാദത്തിന് വേണ്ടി പള്ളിയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഉണ്ട് ഇഷ്ടംപോലെ മീന്, ധാരാളം മീന് കടലിൻ്റെതാകുന്ന തീരത്ത് തന്നെ വന്നിട്ട് ഇങ്ങനെ കളിക്കുക. നമ്മൾ പറയില്ല ചാകര എന്ന് പറയില്ല, അതേപോലെ ചാകര കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുക. അപ്പൊ ഇത് കണ്ടപ്പോൾ തന്നെ കുറെ പേരുടെ മനസ്സിനെ ഇളക്കം തുടങ്ങി. പടച്ച റബ്ബേ, ഇന്നലെ വരെ ഒറ്റ മീനെ കണ്ടില്ല, ഇന്നിപ്പോ നല്ല റാഹത്തുള്ള മീൻ. ഇത് പിടിക്കാനും പാടില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. ശക്തമായ വിലക്കാണ്, പരീക്ഷണമാണ് അള്ളാഹു കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു? കുറച്ചാളുകൾ, 70,000 ആളുകളോളം ഉണ്ടായിരുന്നു എന്നാണ് തഫ്സീറുകളിൽ കാണാം. അതിൽ തന്നെ 12,000-ഓളം ആളുകൾ, കുറച്ചു പേരെന്ത് ചെയ്തു? പതുക്കെ പോയിട്ട് കടലിൽ നിന്ന് തന്നെ പതുക്കെ നല്ലതുപോലെ ഒരു വഴി വെട്ടി തെളിച്ച് മണ്ണെല്ലാം മാറ്റിയിട്ട് നല്ല വലിയൊരു കുളം പോലെ ഇപ്പുറത്തോട്ട് വേറെ മാറ്റുകയാണ്. കാരണം എന്തിനാ? അവിടുന്ന് വെള്ളം ഈ ചാകര വന്നിട്ട് പതുക്കെ മീൻ വന്നിട്ട് എവിടെ വന്ന് അടിയണം, ഇപ്പുറത്ത് കരയിൽ വന്ന് കിടക്കണം. പിടിക്കുന്നില്ല മീൻ, അന്നത്തെ ദിവസം പിടിക്കാൻ പോകുന്നില്ല. ഇത് ഇവിടെ വന്ന് കടന്ന് പിറ്റേ ദിവസം എന്ത് ചെയ്യുന്നുള്ളൂ? പിടിക്കാൻ പോകുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു തരികിട പരിപാടി അവരെല്ലാ ശനിയാഴ്ചയും കുറച്ചാളുകൾ പള്ളി പോകാതെ തന്നെ ഇത് ചെയ്യാൻ തുടങ്ങി. ഇതെന്നെ പരിപാടി എല്ലാ ആഴ്ചയും. കാരണം ഇതിങ്ങനെ കിട്ടുന്നു, അടുത്ത ദിവസം നല്ല റാഹത്തായിട്ട് മീൻ പിടിക്കാനും പറ്റുന്നുണ്ട്. ഇങ്ങനെ വലയൊക്കെ വെച്ചിട്ട് ആ ഒരു ഏരിയ മാത്രം പ്രത്യേകമായിട്ട് അവർ തരംതിരിച്ചിട്ട് അതിൻ്റെ മീൻ അവർ എടുക്കാൻ വേണ്ടി തുടങ്ങി. എടുക്കുക മാത്രമല്ല, പിന്നെ അത് ബിസിനസ്സായി. പിന്നെ പതുക്കെ 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 ആ ദിവസത്തിൻ്റെ മഹത്വത്തെ കളഞ്ഞു കുളിച്ചുകൊണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് തിരിയാൻ തുടങ്ങി. 70,000-ഓളം ആളുകളുണ്ടായിരുന്നു എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി. ഖുർആൻ ആ സംഭവം വളരെ വിശാലമായി പറയുന്നുണ്ട്. ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ആളുകൾ ഈ മജ്‌ലിസിലുണ്ടാകും. ഇങ്ങനെ ഒരു സംഭവം ഇസ്രായേലി ജനതയിൽ ഖുർആൻ ആ സംഭവം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് അലിംതുമുല്ലദീന അഅതദൂ മിൻകും ഫിസ്സബത് ഫഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, വലഖദ് അലിംതുമുല്ലദീന അഅതദൂ മിൻകും ഫിസ്സബ്ത്. ശനിയാഴ്ച ദിവസം പരിശുദ്ധമായ ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കണേ എന്ന് മൂസാ നബി അലൈഹിസ്സലാം മുഖേന ഇസ്രായേലി ജനതയിലേക്ക് അല്ലാഹു നിർദ്ദേശം നൽകിയിട്ടും ആ നിർദ്ദേശത്തെ പരിപൂർണമായി ലംഘിച്ചുകൊണ്ട്, പരിധി ലംഘിച്ചുകൊണ്ട് ആ ദിവസത്തിന്റെ മഹാത്മ്യത്തെ തള്ളിക്കളഞ്ഞതായ സമൂഹത്തെ അറിയണേ അറിയണേ. فقلنا لهم كونوا قردة خاسئين.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റ രാത്രി കൊണ്ട് അവർക്ക് മാറ്റം കൊടുക്കുകയാണ്. മുഫസ്സിരീങ്ങൾ പറയുന്നു 3 ദിവസങ്ങൾ കൊണ്ടാണ് പരിവർത്തനം ഉണ്ടായത്. അവർക്ക് വല്ലാത്ത മാറ്റമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടായിട്ട് ശക്തമായി ശാപവാക്ക് നൽകുകയാണ്. കൂനൂ ഖിറദതൻ ഖാസിഈൻ, നിസ്സാരമാകുന്ന കുരങ്ങുകളായി മാറണേ. നിസ്സാരമാകുന്ന കുരങ്ങുകളായി മാറണേ. അല്ലാഹുവിൻ്റെതാകുന്ന ശാപം പരിപൂർണമായി ഏൽക്കുകയാ. നഊദു ബില്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിൽപ്പെട്ടതാകുന്ന വിഭാഗമാണ് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഇബാദത്തിനെ വെള്ളിയാഴ്ച ദിവസം പോലെ പവിത്രമായി അവർക്ക് വേണ്ടി നിശ്ചയിച്ചു കൊടുത്തതാകുന്ന ആരാധനയ്ക്ക് നിർവഹിക്കാൻ വേണ്ടി കൊടുത്തതാകുന്നതായ ശനിയാഴ്ച ദിവസത്തെ പരിപൂർണമായി ഇബാദത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞവരല്ലയോ? ആ ദിവസത്തിൽ മീൻ പിടിക്കാൻ പോകരുത് എന്ന് പറഞ്ഞിട്ട് പോലും ആ ദിവസത്തിന്റെ മഹാത്മ്യം തള്ളിക്കളഞ്ഞുകൊണ്ട് ശനിയാഴ്ച മീൻ പിടിക്കാൻ വേണ്ടി പോയവരല്ലേ? അള്ളാഹുവിന്റെ അതികഠിനമാകുന്ന കഠോരമായ ശിക്ഷ അവർക്ക് ഇറങ്ങുകയാണ്. ശരീരത്തിൽ മാറ്റപ്പകർച്ചയുണ്ടാവുകയാണ്. കൂനൂ ഖിറദതൻ ഖാസിഈൻ. 70,000-ഓളം വരുന്ന വിഭാഗമാണ് പരിപൂർണമായി മാറ്റം ഉണ്ടാവുകയാ. അവരെല്ലാരും കുരങ്ങുകളായി മാറിയെന്നും വിശുദ്ധമായ ഖുർആൻ. ഫജഅൽനാഹാ നകാലൻ ലിമാ ബൈന യദൈഹാ വമാ ഖൽഫഹാ വമൗഇളതൻ ലിൽമുത്തഖീൻ. സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഫജഅൽനാഹാ, ഈ സംഭവത്തെ നാം ആക്കിയിരിക്കുകയാണ്. നകാലൻ ലിമാ ബൈന യദൈഹാ, ആ സമുദായത്തിന്റെ വിപത്തുകൾ വരാനിരിക്കുന്ന ജനകോടികൾക്കും മുൻ കഴിഞ്ഞു പോയതാകുന്ന സമുദായത്തിനുമൊക്കെ വലിയ പാഠമാണ്. ആ കാലഘട്ടത്തിലുള്ള ജനവിഭാഗങ്ങൾക്കും വരാനിരിക്കുന്നതാകുന്ന ജനങ്ങൾക്കും അഥവാ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലുള്ളവർക്കും മുത്തുനബിയുടെ ഉമ്മത്താകുന്ന നമുക്കും അല്ലാഹു ഈ ചരിത്രം ഒരു ഗുണപാഠമായി നൽകുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. ഫജഅൽനാഹാ നകാലൻ ലിമാ ബൈന യദൈഹാ വമാ ഖൽഫഹാ വമൗഇളതൻ ലിൽമുത്തഖീൻ. അല്ലാഹുവിൽ തഖ്വ വെച്ചുകൊണ്ട് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിമേ, നമസ്കാരങ്ങൾ ചിട്ടവെക്കാൻ തയ്യാറാകണേ. നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു നിശ്ചയിച്ചതാണ് പള്ളികൾ. ആ പള്ളികൾ ഇബാദത്തെടുക്കാൻ അല്ലാഹു ആർജവത്തോടുകൂടി കടന്നു വരാൻ പറഞ്ഞിട്ടുള്ളതാണ്. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഅ. അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് കടന്നു വന്നുകൊണ്ട് നിസ്കാരത്തെ നിലനിർത്തേണ്ടത് പുരുഷന്മാരാണ്, ആൺകുട്ടികളാണ്. റിജാൽ എന്ന പദമാണ് അല്ലാഹു ഉപയോഗിക്കുന്നത്. ആൺകുട്ടികൾ എവിടെ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ശ്രവണ സുന്ദരമായ ബാങ്കുലികൾ മുഴങ്ങുമ്പോ, ജുമാക്ക് വേണ്ടി മുഴങ്ങുമ്പോ, ജമാഅത്തിന് വേണ്ടി മുഴങ്ങുമ്പോ ആ ബാങ്കിന് ഉത്തരം കൊടുക്കാൻ തയ്യാറായി നിലകൊള്ളുന്ന ഏതൊരു ചെറുപ്പക്കാരനുണ്ടോ, യുവാവുണ്ടോ, വീടിന്റെ അകത്തളങ്ങളിൽ അവ്വൽ വഖത്തിൽ നമസ്കരിക്കുന്ന ഏതൊരു പെൺകുട്ടിയുണ്ടോ, ഏതൊരു സഹോദരിയുണ്ടോ? വമൻ അഹ്സനു ഖൗലൻ മിമ്മാ ദആ ഇലല്ലാഹ് വഅമില സാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ അല്ലാഹു ഉന്നതനാണ്, അത്യുന്നതനാണ് എന്ന് പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമായ ബാങ്കുലുകൾ മുഴങ്ങുമ്പോ, തിരുവനന്തപുരം ജില്ലയിലെ സെൻട്രൽ മസ്ജിദാകുന്ന പെരുമാതുറയിലെ പള്ളിയിൽ നിന്ന് മനോഹരമാകുന്ന ബാങ്കുല് മുഴക്കുന്നതായ സമയത്ത് ആ ബാങ്ക് വിളിക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് അവ്വൽ വഖത്തിൽ ജമാഅത്ത് ശ്രദ്ധിക്കാൻ തയ്യാറാകുന്ന ഏതൊരു പുരുഷനുണ്ടോ, ഏതൊരു ചെറുപ്പക്കാരനുണ്ടോ,
ഉണ്ടോ അവനാണ് ഏറ്റവും ഉത്തമനെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, മുൻഗാമികളാകുന്ന സമുദായത്തിന്റെ ചരിത്രം പഠിക്കണേ. ഇസ്രായേലി ജനതയിലേക്ക് അല്ലാഹു അവരെ നന്നാക്കാൻ, സംസ്കാരമുള്ളവരാക്കാൻ യഹൂദരിലേക്ക് നിയോഗിച്ച പ്രവാചകനാകുന്ന മൂസാ നബി അലൈഹിസ്സലാം അവർക്ക് ചെന്നുകൊണ്ട് ശനിയാഴ്ച ദിവസം ജുമുഅയുടെ പ്രതിഫലത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ദിവസത്തിന്റെ ആരാധനയെ കുറിച്ച് വ്യക്തമായി പഠിപ്പിച്ചുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങണേ, ദിക്റിലായി കഴിഞ്ഞുകൂടണേ എന്ന് ഉത്ബോധനം നടത്തിയപ്പോ ആ ദിവസത്തിൽ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകരുതേ. നിങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ്. ആ തൊഴിൽ അന്നത്തെ ദിവസം നിങ്ങൾ കടലിൽ പോയാൽ നിങ്ങൾക്ക് തിരിച്ചു വരാൻ വൈകുന്നതാണ്. നിങ്ങൾക്ക് പരിശുദ്ധമായ ദിവസത്തിന്റെ മഹാത്മ്യം പരിപൂർണമായി നഷ്ടപ്പെട്ടു പോകുന്നതാ. അതുകൊണ്ട് ആ ദിവസത്തെ നിങ്ങൾ മാറ്റിവെക്കണേ, ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കണേ. മൂസാ നബിയുടെ വാക്കുകൾ തൃണവൽഗണിച്ച് ആ ദിവസം വലയെടുത്തുകൊണ്ട് പോയതാകുന്ന ആളുകൾ ആ ദിവസം കടലിൻ്റെതാകുന്ന തീരത്ത് വലിയതാകുന്ന കുഴി കുഴിച്ചിട്ട് അതിലേക്ക് കണക്ഷൻ ഇട്ടുകൊണ്ട് മീനുകളെ സ്വരൂപിച്ചതാകുന്ന ആളുകൾക്ക് അല്ലാഹു അതികഠിനമാകുന്ന ശിക്ഷ നൽകുകയാ. കൂനൂ ഖിറദതൻ ഖാസിഈൻ, നികൃഷ്ടരാകുന്ന നിന്ദ്യരായ കുരങ്ങുകളാക്കി അല്ലാഹു അവരെ മാറ്റിക്കളഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, ഫജഅൽനാഹാ നകാലൻ ലിമാ ബൈന യദയഹാ വമാ ഖൽഫഹാ. ഇനി വരാനിരിക്കുന്ന ജനങ്ങൾക്കും ഇപ്പോഴുള്ളതാകുന്ന ആളുകൾക്കും നാം ഇതാ ഒരു ഗുണപാഠത്തിന്റെ ശിക്ഷയായി നൽകുകയാണ്. പരിശുദ്ധമായ വെള്ളിയാഴ്ച സുദിനമാണ്. മുസ്ലിമേ, മുഅ്മിനത്തെ, ഉമ്മത്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താകുന്ന നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത്. ആ ദിവസത്തിന്റെ മഹാത്മ്യത്തെ ഹനിക്കല്ലേ, നിസാരപ്പെടുത്തല്ലേ. ആ ദിവസത്തിൽ നിങ്ങൾ പരിശുദ്ധമായ പള്ളിയുമായി ബന്ധം വെക്കണേ, ദിക്റിലായി കഴിഞ്ഞുകൂടണേ. അൽ കഹ്ഫ് ഓതിക്കൊണ്ടും സലാത്ത് ചൊല്ലിക്കൊണ്ടും ആ ദിവസത്തിന്റെ മഹാത്മ്യത്തെ പരിശുദ്ധമാക്കണേ, ശ്രദ്ധിക്കണേ. ഇല്ലെങ്കിൽ അദാബാണ്, ഇല്ലെങ്കിൽ ആഖിറം നഷ്ടമാണ്, ഇല്ലെങ്കിൽ പരലോകം പ്രയാസമാണ്. അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞതും അപ്രകാരമല്ലയോ? വമൗഇളതൽ ലിൽ മുത്തഖീൻ. അല്ലാഹുവിനെ തഖ്വ വെച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾക്കൊരു ഗുണപാഠമായിട്ടാണ് ഇത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു പറയാണ്. അതുകൊണ്ട് നമുക്ക് നൽകിയതാകുന്ന ദിവസം വെള്ളിയാഴ്ച ദിവസം യൗമുൽ ജുമുഅ, ആ ജുമുഅയുടെ ദിവസത്തിന്റെ പ്രാധാന്യം ശ്രദ്ധിക്കൽ. അത് ശ്രദ്ധിക്കുന്ന മുഅ്മിനീങ്ങൾ എത്ര പേർ? വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് വേണ്ടി സുന്നത്തായ കുളി ഞാൻ നിർവഹിക്കുന്നു എന്ന് കരുതിക്കൊണ്ട് അന്നത്തെ ദിവസം കുളി നിർവഹിച്ചിട്ടുള്ള മുഅ്മിൻ എത്ര പേർ? അതാണ് എൻ്റെ ചോദ്യം. ഇന്ന് വരെ അങ്ങനെ ഒരു കുളിയെപ്പറ്റി അറിഞ്ഞിട്ട് പോലുമില്ല. വലിയ ശുദ്ധിയിൽ നിന്ന് കുളിയാൻ വേണ്ടി കുളിക്കുന്നു, ഡെയിലി വേണം കുളിച്ചുകൊണ്ടിരിക്കും. അത് മാത്രമുണ്ട്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ജുമുഅ ദിവസത്തിൻ്റെതാകുന്ന മഹത്വം മനസ്സിലാക്കിയിട്ട് ആ ഒരു ദിനത്തിൻ്റെതാകുന്ന നിസ്കാരത്തിന് വേണ്ടി സുന്നത്തായ കുളി രാവിലെ നിർവഹിച്ചവർ എത്ര പേർ? എത്ര ആൺകുട്ടികളുണ്ട്? മടി, പള്ളിയിൽ കയറുന്നില്ല, നിസ്കരിക്കുന്നില്ല, ഇബാദത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് വരാൻ പാടില്ല. യഥാർത്ഥമാകുന്ന ആൺകുട്ടിയാവണം നീ. പള്ളിയുടെ അകത്തലത്തിലേക്ക് അവ്വൽ വഖത്തിൽ വരണം. ജുമുഅ ജമാഅത്തുകളെ നീ ശ്രദ്ധിക്കണം. ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയുടെ വെളിയിൽ കിടന്നിട്ട് കറങ്ങും, അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങും. നേരത്തെ പള്ളിയുടെ മുറ്റത്തുണ്ട്, ബാങ്ക് വിളിക്കുമ്പോഴും ഉണ്ട്, ഇഖാമത്ത് കൊടുക്കുമ്പോഴും ഇവൻ ഇവിടെ തന്നെ ഉണ്ട്. ഒതു കൊടുക്കാൻ കയറുക അപ്പോൾ പതുക്കെ. എന്നിട്ട് വെള്ളം ഇങ്ങനെ വെറുതെ ദൂർത്തടിച്ച് കളയുക. എത്ര വെള്ളമാണ് കളയുന്നത്? അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. യുസന്നു തസ്ലീസു കുല്ലുൻ മിൻ മഗ്സൂലിൻ വമംസൂഹിൻ വയുക്റഹു സിയാദതു അലൈഹാ വഹറാമുൻ ഇദാ കാന മുസബ്ബല. 3 പ്രാവശ്യം വീതം തല തടവലും, കഴുകപ്പെടുന്ന അവയവങ്ങളൊക്കെ കഴുകലും, തടവപ്പെടുന്ന അവയവങ്ങളൊക്കെ തടവലും 3 പ്രാവശ്യം വീതം ചെയ്യൽ സുന്നത്താണ്. ഫത്ഹുൽ മഈനിൽ കാണാം. വയുക്റഹു സിയാദതു അലൈഹ, അതിനേക്കാൾ കൂടുതൽ 4ാമത്തെ പ്രാവശ്യം നിന്റെ സ്വന്തം പൈസ മുടക്കിയിട്ട് കിണർ കുത്തി നിന്റെ വീട്ടിൽ, നിന്റെ പറമ്പിൽ അതിലൊരു മോട്ടർ കണക്ട് ചെയ്തിട്ട് നിന്റെ പെരയുടെ മുകളിൽ തന്നെ നല്ല മനോഹരമാകുന്നൊരു ടാങ്ക് ഫിറ്റ് ചെയ്ത് അതിലേക്ക് പൈപ്പ് കണക്ഷൻ മുഖേന, കറണ്ട് മുഖേന നീ എന്ത് ചെയ്തു? വെള്ളം പാസ് ചെയ്തിട്ടു. എന്നിട്ട് പൈപ്പിലൂടെ നീ വീട്ടിൻ്റെ അകത്തളത്തിലിരുന്നു കൊണ്ട് ഒതുവെടുത്താലും
മൂന്നിനേക്കാൾ കൂടുതൽ നാലാമത്തെ പ്രാവശ്യം എടുക്കുന്നതാകുന്ന വുളൂ അവയവം കഴുകൽ വയുക്കറഹു അത് കറാഹത്താണ്. ശരിക്കും മനസ്സിലാക്കണം, മസലയാണ് ഈ പറയുന്നത്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതൊക്കെയാണ് ധൂർത്തെന്ന് പറഞ്ഞാൽ. അല്ല, ധൂർത്തെന്ന് പറയുന്നത് പ്രത്യേകം പൊതി കെട്ടിയിട്ട് സെൻട്രലിൽ വിതരണം ചെയ്യുന്ന പൊതിയല്ല. പ്രത്യേകമായിട്ട് വേറെന്തെങ്കിലും സാധനം തലയെ കെട്ടിയിട്ട് വരുന്ന ഒരു ഐറ്റമാണ് ധൂർത്ത്, ദുർവ്യയം. അങ്ങനെയല്ല, ഇതാണ് ധൂർത്ത്. ഒതുവെടുക്കുന്ന സമയത്ത് മുഖം 3 പ്രാവശ്യം കഴുകൽ സുന്നത്താൻ, തല 3 പ്രാവശ്യം തടവൽ സുന്നത്താൻ, എല്ലാം 3 പ്രാവശ്യം ചെയ്യൽ സുന്നത്താൻ. 4ാമത്തെ പ്രാവശ്യം പുരുഷന്മാരും സ്ത്രീകളും മനസ്സിലായിക്കോ, ആവശ്യമില്ലാതെ 4ാമത്തെ പ്രാവശ്യം നീ വെള്ളമെടുത്താൽ വയുക്കറഹു അത് കറാഹത്താണ്, പാടില്ല. കറാഹത്ത് എന്ന് പറയാൻ ചെയ്യണമെന്നല്ല, പിന്നെന്താ, ചെയ്യാൻ പാടില്ല എന്നാ പറഞ്ഞതിനർത്ഥം. വഹറാമുൻ ഇദാ കാന മുസബ്ബല, പൊതു സ്വത്താണ്, പള്ളിയുടെ സ്വത്ത്, വഖഫ് സ്വത്താണ് എങ്കിൽ 4ാമത്തെ പ്രാവശ്യം നീ എടുക്കുന്നതാകുന്ന വെള്ളം മുഖം കഴുകാനല്ലേ ഉസ്താദെ, ഒളു എടുക്കുകയല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 4ാമത്തെ പ്രാവശ്യം നീ ഉപയോഗിക്കുന്ന വെള്ളം വഹറാമുൻ അത് നിഷിദ്ധമാണ്, അത് എടുക്കൽ കൊണ്ട് നിനക്ക് കുറ്റം കിട്ടും. ഷാഫി മദ്ഹബിന്റെ ആധികാരിക ഗ്രന്ഥങ്ങൾ മുഴുവനും അടയാളപ്പെടുത്തിയ മസലയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചെറുക്കുമാറാവട്ടെ. ശരിക്കും മനസ്സിലാക്കേണ്ട വിഷയമായി പറഞ്ഞത്. ചെറുപ്പക്കാരൊക്കെ അതുപോലെ പ്രായമുള്ള ആളുകളൊക്കെ ചിലർ വന്നിട്ട് എന്ത് ചെയ്യും, ഒരു ലെക്സിന്റെ സോപ്പ് ആയിട്ട് വരും, എന്നിട്ട് പതുക്കെ ഒതു എടുക്കുന്നതിന് ഒരു ഭിത്തിയിലോട്ട് തേച്ചിട്ട് ഇവന്റെ തല കൊണ്ട് നല്ല റാഹത്തായിട്ട് അതിലിട്ടിട്ട് പതപ്പിക്കുകയാണ്. മുടിയൊക്കെ നല്ല മുടിയെല്ലാം കഴുകുന്ന അവിടെ വന്നിട്ടാ. കുറച്ച് നാൾ മുമ്പ് വരെ ഉണ്ടായിരുന്നു ഹവായി ചെരുപ്പൊക്കെ കൊണ്ടുവന്നിട്ട് പള്ളിയിലവിടെ കൊണ്ടുവന്ന് വരയ്ക്കും നല്ല റാഹത്തിൽ. ഇപ്പം അത് പിന്നെ ആ ചെരുപ്പൊന്നുമില്ല, ഹവായി ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ ഹവായേ ഉള്ളൂ. പൊതി കിട്ടുന്ന ഹവ ഓർത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ഹവ തീർന്നു. ചെരുപ്പ് കൊണ്ടുവന്ന് വരച്ച് കഴിഞ്ഞ ചിലര് കാല് കഴുകണ്ടിട്ടില്ലേ, വെള്ളം ഇങ്ങനെ പോരി. ആനാട്രാ സുവലെ സുവലെ, ആ എവിടെ പോയി, നീ പോയി ബാലാമൃത, ശരി, വെള്ളം ഇങ്ങനെ കളഞ്ഞോണ്ടിരിക്കുക. വെള്ളം ഇവൻ്റെ മൂത്താപ്പ കൊണ്ടുവന്ന് വെച്ചിരിക്കുക, ഞാൻ ടാങ്കിനകത്ത് നിറച്ചിട്ട് ഇതിങ്ങനെ തീർക്കുക റാഹത്തായിട്ട്. എത്ര വെള്ളമാണ് ഈ സമുദായം കളയുന്നത്. മാസവരി കൊടുക്കുന്നില്ലേ എന്ന്. എവിടെ മാസവരി കൊടുക്കും? മാസവരി കൊടുക്കാത്തതിന് പള്ളിയുടെ ഫ്രണ്ടിൽ നോട്ടീസ് ബോർഡിൽ ഹാജിയാറുടെ പേര് വണ്ടക്കാശ്ശേരത്തി എഴുതിയിട്ട് വെള്ളിയാഴ്ച വന്നിട്ട് ഇതെന്താ ഇത് മാസവരി കൊടുക്കാത്തവരുടെ പേര് എഴുതിയിട്ടിരിക്കുക. നോക്കട്ടെ നമ്മുടെ പേരുണ്ടോ? എടാ നമ്മുടെ പേര് ചൂടെ വലിപ്പത്തിൽ കൊടുക്കണം കേട്ടോ, സെക്രട്ടറിയോട്. വലിപ്പം പോരായിരുന്നു, നല്ല വൃത്തിക്ക് കൊടുക്കണം. അതായത് തൊലിക്കട്ടി അപാരാണ്, അതൊന്നൊരു വിഷയമല്ല. റാഹത്തായിട്ട് പള്ളിക്കകത്ത് കയറി നിസ്കരിക്കും. അങ്ങനത്തെ ആളുകളാണ് നമ്മൾ. നമുക്കിതൊന്നൊരു വിഷയമേ അല്ല, ഇതൊന്നൊരു പ്രശ്നമേ അല്ല. വെള്ളം ആവശ്യമില്ലാതെ ദൂർത്ത് കടിക്കാൻ ദീനിന്റെ ആളുകളാണെന്നാൽ ഏറ്റവും വലിയ ദീനിന്റെ വാഹകരാണ്. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായ മസല പറഞ്ഞിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് കാട് കയറി പ്രസംഗിക്കുന്ന ആൾക്കാരാണ്. പള്ളിയുടെ വെളിയിരുന്നിട്ട് ഒച്ചപ്പാടും ബഹളവും, അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത്. നീ ആദ്യം ചെയ്യുന്ന ആദ്യം ശരിയാക്കി. നിന്റെ കാല് കഴുക്കത്തെ കുറിച്ച് പറയുന്നത്. നിന്റെ ഒളു എടുക്കൽ തന്നെ ശരിയല്ല. 3 വട്ടത്തെ കൂടുതൽ വെള്ളം പള്ളിയുടെ ഉപയോഗം നീ നടത്തിയാൽ വഹറാമുൻ, നീ ചെയ്യുന്ന പ്രവർത്തനം നിഷിദ്ധമാണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മുഅ്തമദായ അഭിപ്രായം രേഖപ്പെടുത്തി ഐക്യകണ്ഠേന മനസ്സിലാക്കണം. ഈ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ നീചവൃത്തി. ഇത് ഒഴിവാക്കാൻ എത്ര ആൺകുട്ടികളുണ്ട് ആണ് എന്റെ ചോദ്യം. ഈ ഒരു നീചവൃത്തി ഒഴിവാക്കിയിട്ട് ധൂർത്തും ദുർവ്യവുമില്ലാതെ വൃത്തിയായി ഒളു ചെയ്യുന്ന മക്കൾ എത്ര പേർ? തല തടവുന്നു. പലരും തല തടവുന്നത് എങ്ങനെയാ? ഇങ്ങനെ മുടി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കലാണ്. അങ്ങനെയാണോ തല തടവുന്നത്? തല തടവുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 2 കൈകൾ ഇതാ ഇങ്ങനെ വെക്കുക. ഒന്ന് വെച്ചേ, ഒന്ന് ആണുങ്ങളൊക്കെ ഒന്ന് വെച്ചേ, ഒന്ന് വെച്ചേ. ഞാനെങ്കിലും കൈയൊന്ന് തലയിലോട്ട് വെക്കട്ടെ. യാ അല്ലാഹ്. വെച്ചിട്ട് ഇതാ ഇതുണ്ട്, കൈ പോകുന്നുണ്ട്, ഇങ്ങനെ നേരെ പുറകോട്ട് പോകണം. പോയി ഇങ്ങനെ വന്നിട്ട് തിരിച്ച് റിട്ടേൺ വരണം. തിരിച്ചതേപോലെ തിരിച്ച് ഇത് ചേർത്ത് വെക്കണം. മുടിയിലേക്ക് തന്നെ ചേർത്ത് വെക്കും. ഒന്നുകൂടി എല്ലാവരും ഒന്ന് വെച്ചേ. ആരൊക്കെ വെക്കുന്നു അവർക്കൊക്കെ അള്ളാഹു നീ സ്വർഗം നസീബാക്കണേ റഹ്മാൻ. പോട്ടെ, നേരെ പുറകോട്ട് പോട്ടെ. ബിസ്മില്ലാ. നേരെ ഏറ്റവും പറയും കണ്ട, തിരിച്ചതേപോലെ തിരിച്ചിങ്ങോട്ടും റിട്ടേൺ വരണം. ഇതാണ് തല തടവുക എന്ന് പറയുക. മറ്റേത് സ്റ്റൈൽ ഹൗലി വെള്ളം ഇങ്ങനെ എടുക്കുക. ഇതാ കാര്യമാണ്. ഇതേപ്പോ കാണിച്ചോണ്ടിരിക്കുന്നു. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. കാരണം തലയിൽ നിന്ന് അല്പം തടയാ മതി എന്ന് മസല പഠിച്ച്, അപ്പൊ പിന്നെ അത് തന്നെ പരിപാടി. ഇതുപോലെ ആരെങ്കിലും ഇന്നുവരെ ജീവിതത്തിൽ തടവിയിട്ടുണ്ടോ? ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല തടവിയത് കേട്ടോ. നബി ഇങ്ങനെയാണ് തല തടവിയത്. നമ്മൾ ഇന്നുവരെ ഒരിക്കൽ പോലും ഒതു എടുത്തപ്പോൾ ഇത് ചെയ്തിട്ടില്ല. പിന്നെ എന്താ മുസ്ലിം? ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്ക്. തിരിച്ചും കൂടെ വരുമ്പോഴത്തേക്കും ഒരു കെട്ട് സിമെന്റ് കിട്ടും. ഇഷ്ടം പോലെ തലയെ കിടക്കുകയാണ് സാധനങ്ങൾ.
അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, നമ്മൾ പുരുഷന്മാര് ശ്രദ്ധിക്കുക, സ്ത്രീകളും ശ്രദ്ധിക്കുക. നമ്മുടെ മസലകൾ നല്ലതുപോലെ പഠിച്ച് അമൽ ചെയ്യണം, എങ്കിലല്ലേ കാര്യമുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഞങ്ങളെ നീ സാലിഹീങ്ങൾ ചേർക്കണേ. വലാ തുബദ്ദിറ തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്വാനു ലിൽഇൻസാനി കഫൂറാ വകാന ശൈത്വാനു ലിൽഇൻസാനി കഫൂറാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, വലാ തുബദ്ദിറ തബ്ദീറാ, നീ ധൂർത്തും ദുർവ്യവും നടത്തരുതേ. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, ധൂർത്തടിക്കുന്നതായ ആളുകൾ പിശാചിന്റെ സഹോദരങ്ങളാണ്, അവന്റെ ബന്ധുക്കളാണ്, അവന്റെ കുടുംബമാണ്. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. കല്യാണത്തിന്റെ പേരിൽ ആർഭാടങ്ങൾ കാണിക്കുന്നവരില്ലയോ, ആഭാസങ്ങൾ കാണിക്കുന്നവരില്ലയോ, ധൂർത്തും ദുർവ്യവും നടത്തിക്കൊണ്ട് സമ്പത്ത് അനാവശ്യമായി ചെലവഴിക്കുന്നവരില്ലയോ. എത്ര സമ്പത്താണ്, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഹറാമായി ചെലവഴിക്കുന്നവർ 9 ചെമ്പ് ബിരിയാണി മതിയെങ്കിൽ 10 ചെമ്പ് വെക്കും. ഉദാഹരണം പറയാണ്, 10 ചെമ്പ് ബിരിയാണി വെച്ചേക്കും, 1 ചെമ്പ് എക്സ്ട്രാ കടക്കട്ടെ. എന്നിട്ട് മിച്ചം വരുന്നതോ, മിച്ചം വന്നു കഴിയുമ്പോഴത്തേക്കും യത്തീംഖാന എവിടെയെങ്കിലും അന്വേഷിക്കുക, യത്തീം പിള്ളേർക്ക് കൊടുക്കുക. അപ്പൊ ആ സമയത്ത് അള്ളാഹു മുളക്കാക്കട്ടെ. നമ്മൾ കഴിച്ചതിന്റെ എച്ചില് മിച്ചം കഴിക്കാനുള്ളവരാണോ അവർ? അവർക്ക് നേരത്തെ തന്നെ കല്യാണത്തിന്റെ ദിവസം അവർക്ക് കൂടി ഭക്ഷണത്തിൻ്റെതാകുന്ന കാര്യം സംഘാടകരെ ഓർമ്മപ്പെടുത്തിയിട്ട് കമ്മിറ്റി അറിയിച്ചിട്ട് അവർക്ക് നേരെ കൊണ്ടുവന്ന് നേരത്തെ കൊടുക്കണം. മിച്ചം വരുന്നത് യത്തീംഖാനയ്ക്ക്, അടുത്തുള്ള ദറസിലേക്ക്, മുത്തല്ലിങ്ങൾക്ക്. ഇതൊന്നും മുസ്ലിമിന് ചേർന്നതല്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ചിലരത് കൊണ്ടുവന്നിട്ട് ടൗണിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക, വൈകിട്ട് 100 രൂപ കിറ്റിന് ബിരിയാണി വിൽക്കാൻ. അങ്ങനത്തെ ജില്ലകൾ വരെ പരസ്യമായി നമ്മുടെ നാടുകളിലുണ്ട്, ചെയ്യുന്ന മഹല്ലുകളുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്തൊക്കെ തോന്നിവാസങ്ങളാണ് ഈ ഉമ്മത്ത് കാണിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര മതങ്ങളിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ കല്യാണത്തിന്റെ പേരിൽ മാത്രമല്ല, എല്ലാത്തിന്റെ പേരിലും ധൂർത്തും ദുർവ്യവും നടത്തുന്നത് ഈ ഉമ്മത്ത് മാത്രമാണ്, ഈ സമുദായം മാത്രമാണ്. എന്നാൽ ഈ ഉമ്മത്തിന്റെ നേതാവ് പറഞ്ഞതോ, ഇന്ന അഅ്ളമൻ നിക്കാഹി ഐസറുഹു മുഅ്നതൻ, ഏറ്റവും ചെലവ് കുറച്ചുകൊണ്ട് നടത്തുന്ന നിക്കാഹാണ് ഏറ്റവും ബറക്കത്തുള്ളതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നബിതങ്ങൾ പറഞ്ഞതുപോലെ നടത്താൻ കഴിയുന്ന ആൺകുട്ടികളുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ആൺകുട്ടികളെയാണ് ആവശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന് പ്രകാരം എനിക്കെന്റെ മകളുടെ വിവാഹം നടത്തണം, എന്റെ വിവാഹം അങ്ങനെ ആയിരിക്കണം എന്ന് കരുതിക്കൊണ്ട് നിലകൊള്ളുന്ന ആൺകുട്ടികളുണ്ടോ? JCB കല്യാണങ്ങളാണ് ഇന്ന് മുൻപന്തിയിൽ. വരനെയും വധുവിനെയും JCBയിൽ ഇരുത്തിക്കൊണ്ട് കൊണ്ടുവരുന്ന ആനയിക്കുന്ന കല്യാണം. 10-30 ചെറുപ്പക്കാര് ബാൻഡ് മേളം ഒന്നിച്ചുകൊണ്ട് ചെണ്ടമേളത്തോടു കൂടി കൊണ്ടുവരുന്നതാകുന്ന ഒച്ചപ്പാടുണ്ടാക്കുന്ന കല്യാണം. പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും ഒച്ചപ്പാടുണ്ടാക്കുന്ന കല്യാണം. ഇതാര് പഠിപ്പിച്ചതാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയിൽപ്പെട്ടതാണോ? മുത്തുനബിയുടെ ഉമ്മത്തിൽപ്പെട്ടതാകുന്ന നീ ആധാർ കാർഡിലും റേഷൻ കാർഡിലും പാൻ കാർഡിലും മാത്രം മുസ്ലിമായാൽ പോരാ. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശം കൊണ്ട് നീ മുസ്ലിമാകണം, ആൺകുട്ടിയാവണം. അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞത് വലാ തുബദ്ദിറ തബ്ദീറ, ഇത്തരത്തിലുള്ള ധൂർത്തും ദുർവ്യവും നടത്തിക്കൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിനെ പറയിപ്പിക്കുന്നവനാകരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, ഇത്തരത്തിൽ ധൂർത്ത് നടത്തുന്നവർ പിശാദിന്റെ സഹോദരങ്ങളാണ്, പിശാദിന്റെ സഹോദരങ്ങളാണ്. ശൈത്താനാണെന്ന് പച്ചക്ക് അള്ളാഹു പറയാൻ. ശൈത്താൻ അവനാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ അത് വരാൻ പാടില്ല. ചെറുപ്പക്കാരൊക്കെ അതിനെതിരെ ശക്തമായി നിലകൊള്ളണം. നിങ്ങൾ വിചാരിച്ചാൽ ഈ നാട് നന്നാകും. നിങ്ങളൊരു വിഭാഗം ശരിക്കും ശ്രദ്ധിച്ചാൽ ഈ നാട് തീർച്ചയായും നന്മയിലേക്ക് വരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്തൊക്കെ തോന്നിവാസങ്ങളാണ് കാണിക്കുന്നത്. കിടപ്പറ കയ്യേറുകയാണ്, കല്യാണ ചെക്കൻ്റെയും പെണ്ണിന്റെയും കിടപ്പറ കയ്യേറുകയാണ്. കുറെ ചെറുപ്പക്കാർ കയറി അതിനകത്ത് കയറി കുത്തിയിട്ട് കഥ അടച്ചിരിക്കുക. രാത്രി 2 മണിയായിട്ടും റൂം തുറന്നു കൊടുക്കുന്നില്ല. കാരണം എന്താ? കഴിഞ്ഞ ആഴ്ച മറ്റൊരു ചെറുപ്പക്കാരന്റെ കല്യാണത്തിന് ഈ പുതിയാപ്പിള ഇതേപോലെ ചെയ്തതാണ്. അതിന് പകരം കൊടുക്കുകയാണ് ഇവര് പകരം കൊടുക്കുക. വലിയ ബാഗിനകത്ത് സാധനങ്ങൾ കെട്ടിച്ചമച്ച് കൊണ്ടുവന്ന് കൊടുക്കുന്നു. പൊതിഞ്ഞു നോക്കുമ്പോൾ അതിനകത്ത് ഒന്നുമില്ല. ഇവന് ഇടുന്ന പഴയ അണ്ടർവെയർ സാധനമാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത്. പൊതിഞ്ഞു വെച്ചിരിക്കുക. ഒരു 150 പൊതിഞ്ഞകത്ത് കാര്യമായിട്ട് കൊണ്ട് കൊടുത്തിരിക്കുക കല്യാണ സദസ്സിൽ. എന്നിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് പറയും ഇതൊന്ന് തുറക്കാൻ പറയും.
സവാള ഉരിയുന്നത് പോലെ ഇത് മുഴുവൻ ഇരുന്ന് തുറന്നു അവസാനം നോക്കുമ്പോഴത്തേക്കും വല്യുപ്പ ഇട്ട പഴയ അണ്ടർവെയറാണ് അതിനകത്ത് പൊതിഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ വലിയ സംഭവമായിട്ട് ഇതൊക്കെ വലിയ സംഭവമായിട്ട് എന്തോ ആത്മീയതയുടെ അങ്ങേ തലക്കലായിട്ട് ചില ആളുകൾ ചെയ്തു വെക്കുന്നതാകുന്ന കാര്യങ്ങളാണ്. എത്ര മോശത്തരമാണ് ഇതൊക്കെ. ഈ ഉമ്മത്തിനെ പറയിപ്പിക്കാൻ ഈ സമുദായത്തിന്റെ മക്കൾ ചെയ്തു കൂട്ടുന്ന ആഭാസങ്ങൾ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഇതിന് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ അടുക്കൽ അദാബുണ്ടാകുക മുതിർന്ന ആളുകൾക്കാണ് കേട്ടോ. ശരിക്കും മനസ്സിലാക്കിക്കോണം. ഓരോ കുടുംബത്തിലുമുള്ള കുടുംബനാഥന്മാർ, പ്രായം ചെന്നതാകുന്ന ഉപ്പമാർ, ഉമ്മമാർ, ഇത്തരത്തിലുള്ള തിന്മകൾ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നവർ നാളെ ആഖിറത്തിൽ വലിയ ഹിസാബ് ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നബി തങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞത് അദ്ദയൂസോ അല്ലദീ യുഖിറു ഫീ അഹ്ലിഹി അൽ ഖബസ. സ്വന്തം കുടുംബത്തിൽ തെറ്റുകൾ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന, ഓച്ചാനിച്ചു നിൽക്കുന്നതാകുന്ന ഉപ്പമാർ, പ്രായം ചെന്നതാകുന്ന ഉമ്മമാർ, മക്കൾ തെറ്റ് ചെയ്യുന്നുണ്ട്, മരുമക്കൾ തെറ്റ് ചെയ്യുന്നുണ്ട്, കൊച്ചുമക്കൾ തെറ്റ് ചെയ്യുന്നുണ്ട്. ആ തെറ്റുകൾക്ക് പരിപൂർണമായി വശംവദരായി നിലകൊള്ളുന്നതാകുന്ന രക്ഷിതാക്കളാണ് അള്ളാഹുവിന്റെ തിരുനോട്ടം കിട്ടാത്ത വിഭാഗമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 വിഭാഗം ആളുകൾക്ക് നാളെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടമുണ്ടാവൂല. ഹബീബ് റസൂലുള്ളാഹി. ശരിക്കും മനസ്സിലായിക്കോ. ഹദീസാണ് ഇതൊക്കെ, വെറുതെ പറയല്ലോ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, സലാസത്തുൻ ലാ യുകല്ലിമുഹും അല്ലാഹു യൗമൽ ഖിയാമ വലാ യുസക്കീഹിം വലാ യൻദുറു ഇലൈഹിം വലഹും അദാബുൻ അലീം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, 3 വിഭാഗം ആളുകൾ നാളെ കത്തിച്ചൊലിക്കുന്ന നരകത്തെ അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുമ്പോ, കത്തിയാളുന്ന നരകത്തെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുമ്പോ അള്ളാഹു അവരിലേക്ക് നോക്കുകയില്ല. റബ്ബിന്റെ കാരുണ്യത്തിന് തിരുനോട്ടം ഉണ്ടാവാത്ത വിഭാഗമാ. അള്ളാഹു അവരോട് മാന്യമായ സംസാരം നടത്തുകയേ ഇല്ല. വലാ യുസക്കീഹിം, അള്ളാഹു അവരെ പരിശുദ്ധിപ്പെടുത്തുകയും ഇല്ല. വലഹും അദാബുൻ അലീം, വേദനാജനകമാകുന്ന ശിക്ഷയാണ് അവർക്കുണ്ടാവുക സ്വഹാബ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖാലൂ, ഉടനെ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, മൻഹും യാ റസൂലല്ലാഹ്, മൻഹും യാ ഹബീബല്ലാഹ്, ആരാണ് നബിയെ ആ ഹതഭാഗ്യരായ 3 കൂട്ടർ? ഒന്ന് പറഞ്ഞു തരുമോ റസൂലേ? അള്ളാഹുവിന്റെ കാരുണ്യത്തിന് തിരുനോട്ടം കിട്ടാതെ, റബ്ബ് കാരുണ്യത്തോടുകൂടി സംസാരിക്കാത്ത മോശപ്പെട്ടതാകുന്ന വിഭാഗം ആരാണ് റസൂലേ? ഒന്ന് പറഞ്ഞു തരുമോ ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ 3 വിഭാഗം ആളുകളെ എണ്ണുകയാ. പെരുമാതുറയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ചെറുപ്പക്കാരെ, പഠിച്ചു വെക്കുന്ന പാഠമാണ്. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, റബ്ബിന്റെ കാരുണ്യത്തിന് തിരുനോട്ടം കിട്ടാത്ത വിഭാഗം മുദ്മിനുൽ ഖംരി, കള്ള് കുടിക്കുന്നവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ ദുനിയാവിൽ കള്ള് കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരില്ലയോ? ലഹരി നുണഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന ചെറുപ്പക്കാരില്ലയോ? യുവാക്കളില്ലേ? യുവതികളില്ലയോ? ഏത് ആഘോഷങ്ങൾ കടന്നു വരട്ടെ, അന്യ സമുദായത്തിന്റെ ആഘോഷ പൊലിമകൾ പോലും സ്വന്തം ആഘോഷമായി കൊണ്ടു നടക്കുന്ന മുസ്ലിമീങ്ങളില്ലയോ? ഓണത്തിന്റെ ദിവസങ്ങളിലും ക്രിസ്മസിന്റെ ദിനങ്ങളിലും ന്യൂ ഇയറിന്റെ രാവുകളിലും ദീപാവലി ആശംസകൾ നേർന്നുകൊണ്ട് ദീപാവലിയുടെ ദിനത്തിലുമൊക്കെ നിലകൊള്ളുന്ന സമൂഹമില്ലയോ? കള്ള് കുടിച്ചുകൊണ്ട് ലഹരി നുണഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നവരില്ലയോ? നഊദു ബില്ലാഹ്.
അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മുദ്മിനുൽ ഖംറാണ്, കള്ളു കുടിച്ചുകൊണ്ട് ലഹരി നുണഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന ചെറുപ്പക്കാരെ, സഹോദരിമാരെ, ഏതെങ്കിലും മുഅ്മിനീങ്ങൾ അത്തരത്തിലുള്ള നീചവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സമയം തന്നെ തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. അല്ലാഹുവിന്റെ കാരുണ്യം അവർക്കുണ്ടാവുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ലോകം മുഴുവനും വിറങ്ങലിക്കുന്ന സ്ഥലമല്ലേ മഹ്ശറ, കത്തിജ്വലിക്കുന്നതാകുന്ന നരകം, 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുന്നതായ വേളയല്ലേ. അവിടെ റബ്ബിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കൽ നിർബന്ധമല്ലേ, നിർബന്ധമല്ലേ. അവിടെയാണ് അള്ളാഹു തിരിഞ്ഞു നോക്കാത്തത്, അവിടെ വെച്ചാണ് അള്ളാഹു കാരുണ്യത്തിന്റെ സംസാരം നമ്മളോട് നടത്താത്തത്. ഈ ദുനിയാവിൽ ലഹരി നുണഞ്ഞുകൊണ്ട് നടന്നാലെങ്കിലെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കള്ളു കുടിക്കാത്ത ആൺകുട്ടികളെയാണ് അള്ളാഹുവിന്റെ ദീനിനാവശ്യം, ലഹരി നുണയാത്ത ചെറുപ്പക്കാർ. ഇന്നത്തെ തലമുറയിൽ സഹോദരിമാരടക്കം ലഹരി നുണയുന്നവരായി മാറി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കണ്ടില്ലേ, പരസ്യമായി ബിവറേജുകളിലേക്കും പരസ്യമായി കള്ളുഷാപ്പിലേക്കും ഒക്കെ മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് കയറി ചെന്ന് കള്ള് വാങ്ങിക്കൊണ്ട് തലമുടി കഴുകിയിട്ട് റീൽസ് കാണിച്ചിട്ട് സമൂഹത്തിൽ പ്രദർശിപ്പിക്കുന്ന സഹോദരിമാർ, ആളുകളുടെ കൈയടി ഇതിലൂടെ വാങ്ങാൻ വേണ്ടി കള്ള് വാങ്ങിച്ചിട്ട് മോന്തുന്നതാകുന്ന സഹോദരിമാർ പരസ്യമായിട്ട് കാണിക്കാൻ. തിരുവനന്തപുരത്തേക്കും മാംഗ്ലൂരിലേക്കും എറണാകുളത്തേക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ബംഗളൂരുവിലേക്കും ഒക്കെ മക്കൾക്ക് വിദൂര വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി പറഞ്ഞുവിടുന്ന പ്രിയപ്പെട്ടതാകുന്ന രക്ഷിതാക്കൾ അറിയൻ, മക്കളവിടെ അടിച്ച് പൊളിക്കുകയാണ്, രസിക്കുകയാണ്, രമിക്കുകയാണ്. വാപ്പ കൊടുത്ത സമ്പാദ്യം മുഴുവനും ഹറാമായ തലത്തിലേക്ക് കൊണ്ടുപോകുന്ന തലമുറകളായി പുതിയ തലമുറകൾ മാറ്റപ്പെടുന്നു. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. ലഹരിയുടെ വക്താക്കളായി മാറുന്നു. MDMA-യും LSD-യും ഒക്കെ ഉപയോഗിക്കാത്ത തലമുറയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ 16 മണിക്കൂറോളം തൻ്റെ ശരീരത്തെ ആനന്ദത്തിലേക്ക്, ലഹരിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന MDMA ഒരു സ്റ്റാമ്പ് രൂപത്തിൽ കിട്ടുന്ന ആ സാധനം നാക്കിനടിയിലേക്ക് വെച്ച് ദിവസങ്ങളോളം അതിൻ്റെ രസാനുഭൂതിയിൽ കഴിഞ്ഞുകൂടുന്ന തലമുറകൾ ഇന്നത്തെ മക്കൾക്ക് അന്യമല്ല. അതൊന്നും അറിയാത്ത തലമുറയല്ല ചെറുപ്പക്കാരായ സഹോദരങ്ങൾ. 6ാം ക്ലാസ് മുതൽക്ക് തുടങ്ങുന്നതാകുന്ന ഇത്തരത്തിലുള്ള അശ്ലീലതകൾ 16, 20, 25 വയസ്സെത്തിയിട്ട് പോലും അത് നിർത്താതെ അതിൻ്റെ കാരിയറായി അത് മറ്റുള്ളവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നതാകുന്ന ആളുകളായി, കച്ചവടക്കാരായി പുതിയ തലമുറയിലെ മക്കൾ മാറുകയാണ്. എങ്ങനെയെങ്കിലും ചില്ലറ എവിടെന്നെങ്കിലും അത് ഹറാമാകട്ടെ, ഏത് തരത്തിൽ കൂടിയാണെങ്കിലും കൈവശപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന പുതിയ യുവാക്കൾ, അത്തരത്തിൽ തന്നെ കഴിയുന്ന സഹോദരിമാർ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഈമാൻ നഷ്ടപ്പെട്ട് കളയുന്നതാകുന്ന പ്രവണതയാണ് ലഹരിയുടെ ഉപയോഗം. കുടിക്കുമ്പോൾ സമയത്ത് തന്നെ അവന്റെ തലവഴി ഈമാൻ പോകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. മൻ ശരിബൽ ഖംറ യൻസിഉ മിൻഹുൽ ഈമാനു കമാ യൻസിഉ ഖമീസഹു മിൻ റഅസിഹി ശഫീഉന റസൂലുള്ളാഹി. ഇട്ടിരിക്കുന്നതാകുന്ന നീളക്കുപ്പായം തലവഴി ഊരിക്കാണിച്ചുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു, ഹാക്കഥ ഹാക്കഥ, ഇപ്രകാരം, ഇതേപോലെ തലവഴി ഈമാൻ ഊരപ്പെട്ടു പോകും കള്ളുകുടിക്കുന്നവൻ്റെത്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ലഹരി നുണയുന്നവൻ്റേത്. നമ്മുടെ മക്കൾ ഏറ്റവും നീചവൃത്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കണം. ചെറുപ്പക്കാരൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കിക്കോ. നിങ്ങളെ പിഴപ്പിക്കാൻ ആളുകളുണ്ടാകും, നന്മയിലേക്ക് കൊണ്ടുവരാൻ ഒരാളും ഉണ്ടാവൂല. പള്ളിയിലേക്ക് കൊണ്ടുവരാൻ, ദീനി നസീഹത്തുകൾ കേൾക്കാൻ, ഖുർആൻ കേൾക്കുന്ന ഒരു മജ്‌ലിസിലേക്ക് കൊണ്ടെത്തിക്കാൻ, ഒരു ദിക്റിന്റെ സദസ്സ് അവിടെ നടക്കുന്നു, സലാത്തിന്റെ മജ്‌ലിസ് അവിടെയുണ്ട്. എല്ലാ വെള്ളിയാഴ്ച രാവും പവിത്രമാക്കപ്പെട്ടതാകുന്ന ദിക്ർ ഹൽക്ക നമ്മുടെ പള്ളിയിൽ നടക്കാൻ 22 കൊല്ലമായിട്ട് അതിൻ്റെ മനോഹരമാകുന്ന മുഹൂർത്തങ്ങൾ നടക്കുന്നു. എത്ര പേർ അതിൽ ഭാഗവാക്കാകുന്നു, എത്ര ആൺകുട്ടികൾ അതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. നമ്മൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആ രാവിലെ നടക്കുന്ന ദിക്റിനെയോ മഹത്വത്തെയോ ഒന്നും നമ്മൾ മഹത്വവൽക്കരിക്കുന്നില്ല. അതൊക്കെ നിസാരവൽക്കരിക്കാൻ. അത് തുടങ്ങി വെച്ചതാകുന്ന മഹത്തുക്കൾ, മഹാന്മാർ, അള്ളാഹുരുടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അവർ കൊളുത്തി വെച്ച ആത്മീയമാകുന്ന വീര്യം അത് കെടാതെ പരിപൂർണമായി സംരക്ഷിച്ചു പോകുന്ന എത്ര ആൺകുട്ടികളുണ്ട് എന്നാണ് എൻ്റെ ചോദ്യം. ലഹരി നുണഞ്ഞുകൊണ്ട് നിലകൊള്ളുകയല്ലേ. നാവ് കൊണ്ട് ദിക്ർ ചൊല്ലാൻ അള്ളാഹു നമുക്ക് നാവ് നൽകിയത്. ആ നാവിലേക്ക് ലഹരി ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനെ മറക്കുന്നവരായി നമ്മൾ മാറി. നോക്കൂ നിങ്ങൾ, ഖുർആനിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, അലം നജഅൽ ലഹു ഐനൈനി വലിസാനൻ വശഫതൈൻ. അള്ളാഹു ചോദിക്കാൻ, അവർക്ക് 2 മനോഹരമാകുന്ന
നയനങ്ങൾ, കണ്ണ് നാം കൊടുത്തില്ലേ? വലിസാനൻ, ഒരു നാവിനെയും നാം കൊടുത്തില്ലേ? വശഫത്തൈനി, 2 ചുണ്ടുകളും നാം നൽകിയില്ലേ? അള്ളാഹ് ചോദിക്കുകയാണ്. ശരിക്കും മനസ്സിലാക്കണം. 2 കണ്ണ് പറഞ്ഞു, നാവ് പറഞ്ഞു, ചുണ്ട് പറഞ്ഞു. നാവ് പറഞ്ഞപ്പോഴും ചുണ്ട് പറഞ്ഞപ്പോഴും അതിൻ്റെ ഇടയിലുള്ളത് മറന്നുപോയി എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഏതാ ഇടയിലുള്ളത്? നാവിൻ്റെയും ചുണ്ടിൻ്റെ ഇടയിൽ ഏതാ ഉള്ളത്? ഈർക്കിലിയോ? എന്താ ഉള്ളത്? പല്ല്. നിങ്ങളെന്താ ചിന്തിക്കാ? ഇവിടെ ഒന്നും ഇല്ലേ? ഹാലില്ലേ? ഇവിടെ പല്ലില്ലേ? നാവിൻ്റെയും ചുണ്ടിൻ്റെ ഇടയിലാകേതാ ഉള്ളത് നമുക്ക് മറയായിട്ടുള്ളത്? പല്ലാണ്. പല്ല് പറഞ്ഞോ? കാരണം തിന്നലല്ല ഈ ദുന്യാവിൽ ലക്ഷ്യം. എന്താണ് ലക്ഷ്യം? നാവ് കൊണ്ട് അള്ളാഹുവിനെ ദിക്ർ ചൊല്ലലാണ്.